കോട്ടയം വടവാതൂരിൽ പുതുവത്സരത്തെ വരവേൽക്കാനായി ഒരു പടുകൂറ്റൻ പാപ്പാഞ്ഞി ഒരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ കൊച്ചിക്കാർക്ക് മാത്രം പോരല്ലോ പാപ്പാഞ്ഞി. വിജയപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 50 അടി ഉയരമുള്ള പാപ്പാഞ്ഞിയാണ് ഇത്തവണ തയ്യാറാക്കിയിരിക്കുന്നത്. പുതുവത്സരത്തോടനുബന്ധിച്ച് കാർണിവൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും ഉണ്ടാകും. എം രാകേഷ് കോട്ടയത്ത് നിന്ന് ചേരുന്നു. എം രാകേഷ്, കോട്ടയത്ത് കളറാക്കിയല്ലേ ഇത്തവണ? നാടും നഗരവും എല്ലാം തന്നെ പുതുവത്സരത്തെ വരവേൽക്കാനായി ഒരുങ്ങി നിൽക്കുകയാണ്. കോട്ടയം വടവാതൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, വിജയപുരം പഞ്ചായത്തിലാണ് ഇത്. ഇവിടെ വലിയൊരു പാപ്പാഞ്ഞി ഒരുങ്ങിയിട്ടുണ്ട്. ഏകദേശം 50 അടി ഉയരമുണ്ട് അല്ലേ? അതെ അതെ. ഞങ്ങൾ 2025 വരവേൽക്കാൻ വേണ്ടി എല്ലാവരും അതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ആഹ്ലാദത്തിലാണ് ഇവിടുത്തെ നാട്ടുകാർ, അതുപോലെ സംഘാടകർ. ഈ വർഷം ഞങ്ങളൊരു സൊസൈറ്റി രൂപീകരിച്ചു. കാർണിവൽ സൊസൈറ്റി രൂപീകരിച്ച സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് നമ്മളിവിടെ പ്രോഗ്രാം നടക്കുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ നടത്താറുണ്ടോ? ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം 40 അടിയായിരുന്നു പാപ്പാഞ്ഞി. ഈ പ്രാവശ്യം നമ്മൾ കുറച്ചുകൂടെ നമ്മളതിന് ഉയരം കൂട്ടി. ഇപ്പം 4ാമത്തെ വർഷമാണ് നമ്മളിവിടെ നടപ്പാക്കുന്നത്. ഇടയ്ക്ക് കോവിഡ് വന്നതുകൊണ്ട് നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഈ വടവാതൂരുള്ള ഈ പാപ്പാഞ്ഞി ഒരുക്കാനുള്ള ഈ കൂട്ടായ്മയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ തോന്നി. കൂട്ടായ്മയിൽ ഇത് ഞങ്ങളുടെ വാർഡ് മെമ്പറാണ്, ഞങ്ങളുടെ സൊസൈറ്റിയുടെ സെക്രട്ടറിയുടെയാണ്. അതുപോലെ തന്നെ ഇത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഇവിടെ നിൽക്കുന്ന ബിജു ഉണ്ട്, കുട്ടച്ചനുണ്ട്, പ്രദീപ്. നാടിന്റെ കൂട്ടായ്മ തന്നെയാണ്. ഇവരൊക്കെയാണ് ഇതിന്റെ ഈ നിർമ്മാണത്തിന്റെ ശില്പികൾ. ഇവരാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പം 10-15 ദിവസമായിട്ട് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇന്നലെ നമ്മളിത് ഉയർത്തിയത്. ഏകദേശം ഒരു 18 ദിവസമായി നമ്മൾ ഇതിൻ്റെ പണി തുടങ്ങിയിട്ട്. ഈ പണി പൂർത്തീകരിച്ചത് ഇന്നലെ കുറച്ച് മുമ്പെയാണ്. അത്രയും നേരം ഇതിന് കഷ്ടപ്പെട്ടവർ വളരെ കഠിനാധ്വാനം ചെയ്താണ് ഇതുപോലെ ആക്കിയെടുത്തത്. അത് നമ്മളുണ്ട്, നാട്ടുകാരുണ്ട്, പിന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്, എല്ലാ സ്ഥലത്തു നിന്നുമുള്ള നമുക്ക് സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ മാത്രമാണ് ഇത്രയും വലിയൊരു പാപ്പാഞ്ഞി നമുക്കിവിടെ ഉണ്ടാക്കാൻ കഴിച്ചത്. ഞങ്ങളെ കൊണ്ട് കുറച്ച് പേരെ കൊണ്ട്, പണിക്കാരെ കൊണ്ട് മാത്രമേ നടക്കത്തില്ല. എല്ലാവരുടെയും അകമഴിഞ്ഞുള്ള സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ രീതിയിലുള്ള സഹകരണം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത്രയും നല്ലൊരെണ്ണം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അടുത്ത വർഷം ഇതിലും നല്ലതായിട്ട് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും. ഗ്രാമീണ അന്തരീക്ഷത്തിൽ പുതുവത്സരത്തെ വരവേൽക്കാനുള്ള ഒരു അസുലഭ അവസരം തന്നെയാണ് ഏതായാലും ഈ കാർണിവൽ സൊസൈറ്റി ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് പുതുവത്സര രാവിനായി കാത്തിരിക്കാം.